ഹലോ വെൽക്കം ബാക്ക് ടു ബയോ ഈസി ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്ടീരിയയുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം ചാനലിൻ്റെ. എന്നുണ്ടെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. ഒപ്പം തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ബാക്കിയുള്ള സെക്ഷലും വെജിറ്റേറ്റീവ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയയുടെ കേസ് പറയുന്ന സമയത്ത് ഒരു ട്രൂ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നില്ല, അല്ലേ? നമുക്കറിയാം. അതായത് മിയോസിസോ ക്രോസിംഗ് ഓവറോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ലല്ലോ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവയിൽ എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, നമുക്കതിനെ പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ എന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഡക്ഷനും കോൺജുഗേഷനും എന്തൊക്കെയാണ്, അതിൽ നടക്കുന്ന പ്രോസസ്സ് ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് തന്നെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ രണ്ട് ബാക്ടീരിയ സ്പീഷീസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബോഡിയിൽ നിന്നും, അതായത് ഒരു ബാക്ടീരിയയുടെ സെല്ലിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയുടെ സെല്ലിലേക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലേ? ഈ ഇത്തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ റെസിപ്പിയൻ്റെ സെല്ലിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ജീനോം, ആ ഒരു ജീനോമിനെ നമുക്ക് എൻഡോജീനോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഏത് സെല്ലിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ ജീനിനെ നമുക്ക്, അതായത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന DNA ഫ്രാഗ്മെൻറ്റിനെ എക്സോജീനോട്ട് എന്നും പറയുന്നു. ഈ എൻഡോജീനോട്ടും എക്സോജീനോട്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് റീകോമിനൻ്റ് ജീനോം ഫോം ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു പാരാസെക്ഷൽ മെക്കാനിസം ആണെന്ന് പറയാം ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ട്രൂ ആയിട്ടുള്ള മെയിലോ ഫീമെയിലോ ആയിട്ടുള്ള സെല്ലുകളൊന്നും കാണപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെ പാരാസെക്ഷൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോണർ ബാക്ടീരിയം, ഏത് സെല്ലാണോ അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണോ ഡൊണേറ്റ് ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയൽ, അതിനെ നമുക്ക് മെയിലായിട്ടും കൺസിഡർ ചെയ്യും. ഏതാണോ റെസിപ്പിയൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതിനെ നമുക്ക് ഫീമെയിൽ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ഓരോ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ട്രാൻസ്ഫോർമേഷൻ ആണ്. It is the absorption of DNA segment from the surrounding medium by a living bacterium. ഒരു ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയം അതിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നും DNA സെഗ്മെന്റിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. And the phenomena was discovered by Griffith in 1928. And its mechanism was worked out by Avery in 1944. Receptivity for transformation is present for a brief period when the cell have reached the end period of active growth. ഒരു സെല്ല് ആക്റ്റീവായിട്ട് ഗ്രോത്ത് കഴിഞ്ഞതിനു ശേഷം എൻഡിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സൊക്കെ നടക്കുന്നത്. അറ്റ് ദിസ് ടൈം ദേ ഡെവലപ്പ് സ്പെസിഫിക് റിസപ്റ്റർ സൈറ്റ് ഇൻ ദി വാൾ. ഈ ഒരു ടൈമിൽ ബാക്ടീരിയൽ സെൽ വാളിൽ എന്ത് ചെയ്യുന്നു, ഒരു റിസപ്റ്റർ സൈറ്റ് ഫോം ചെയ്യുന്നുണ്ട്. നോർമലി ഈക്കോളി ഡസ് നോട്ട് പിക്ക് അപ്പ് ദി ഫോറിൻ DNA, ബട്ട് ഇറ്റ് ക്യാൻ ഡു സോ ഇൻ ദി പ്രസൻസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഒന്ന് സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ, bacterial transformation is the process by which DNA fragment from a donor bacterium enter into a recipient bacterium when they get integrated with the recipient DNA. Then integrated with the recipient DNA. Okay. അതായത് നമ്മളുടെ ബാക്ടീരിയയുടെ ഡോണർ ബാക്ടീരിയത്തിൽ നിന്നും ഒരു DNA ഫ്രാഗ്മെന്റ് റെസിപ്പിയന്റ് ബാക്ടീരിയത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം അവ റെസിപ്പിയന്റ് ബാക്ടീരിയത്തിൽ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. In this case, donor cell break down and release the DNA fragment to the medium. ഈ ഒരു കേസിൽ നമ്മളുടെ ഡോണർ ആയിട്ടുള്ള ബാക്ടീരിയം അതിൻ്റെ ബാക്ടീരിയത്തിനെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യുന്നു.
ഈ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാക്ടീരിയ നമ്മളുടെ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിൻ്റെ സെല്ലിൽ കാണപ്പെടുന്ന ചില എൻട്രി സൈറ്റുകളുണ്ട്. ആ എൻട്രി സൈറ്റിലൂടെ അത് എന്ത് ചെയ്യുന്നു, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിലേക്ക് എത്തിച്ചേരുന്നു. റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയം, അതായത് നമുക്ക് ഫീമെയിൽ ബാക്ടീരിയം എന്ന് പറയാലോ, ഇത്തരത്തിലുള്ള ഫീമെയിൽ ബാക്ടീരിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയവും ഡി എൻ എ ഫ്രാഗ്മെൻറ്റുമായിട്ട് നമ്മളുടെ പുതുതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബാക്ടീരിയയുടെ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ റീകോംബിനൻ്റ് ആയിട്ടുള്ള DNA ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ഒരു ഡോണർ ആയിട്ടുള്ള സെല്ല് അതിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് അതിൻ്റെ DNA ഫ്രാഗ്മെൻറ്റിനെ റിലീസ് ചെയ്യുന്നു. ആ ഒരു റിലീസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് പിന്നീട് റെസിപ്പിയൻ്റ് ആയിട്ടുള്ള DNAയുടെ എൻട്രി സൈറ്റ്, അതായത് സെൽ വോളിൽ കാണപ്പെടുന്ന എൻട്രി സൈറ്റ് വഴി പുതുതായിട്ട് റെസിപ്പിയൻറ്റിലേക്ക് എത്തുന്നു. റെസിപ്പിയൻറ്റിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തന്നെ DNA ഫ്രാഗ്മെൻറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, രണ്ടാമത്തായിട്ടുള്ള പ്രോസസ്സാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. Okay, transduction is the process by which DNA is transferred from one bacterium to another by a virus. ഒരു virus mediated ആയിട്ടുള്ള gene transfer ആണ് transduction എന്ന് പറയുന്നത്. It also refers to a process whereby foreign DNA is introduced into another cell via a viral vector. നമുക്കറിയാം അല്ലേ, ഒരു വൈറസ് വെക്ടർ ഉപയോഗിച്ചിട്ടാണ് ഫോറിൻ ആയിട്ടുള്ള DNA റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. Transduction does not require physical contact between the cell donating the DNA and the cell receiving the DNA, which occurs in conjugation, and it is the DNA's resistant. Transformation is susceptible to DNAs. Okay, അപ്പോൾ ഇത് ട്രാൻസ്ഡക്ഷൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള ട്യൂബുകൾ, അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറുകളോ ഒന്നും വേണ്ട. അത് എന്തിൻ്റെ കേസിലാണ്, അത് കോൺജുഗേഷൻ്റെ കേസിലാണ് നടക്കുന്നത്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ആവശ്യമില്ല എന്നാണ് പറയുന്നത് ട്രാൻസ്ഡക്ഷന്. Transduction is a common tool used by molecular biologists to stably introduce a foreign gene into a host cell's genome. അതായത് ഹോസ്റ്റ് സെല്ലിൻ്റെ ജീനോമിലേക്ക് ഒരു സ്റ്റേബിളായിട്ട് ഫോറിൻ ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കേസിലൊക്കെ മോളിക്കുലർ ബയോളജിസ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. Transduction is a method of gene transfer in bacteria from donor to recipient using bacteriophage. Okay, bacteriophage ഉപയോഗിച്ചിട്ടാണ്. സെയിം സംഭവം തന്നെ. In transduction, at first bacteriophage infect donor bacteria, then carry some part of donor genome with it. When this bacteriophage infect a new bacterial cell, it transfer that DNA into recipient cell. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളുടെ ഒരു ബാക്ടീരിയൽ ഫേജ് എപ്പോഴാണ് ഒരു ഡോണർ ആയിട്ടുള്ള ബാക്ടീരിയത്തിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്, ആ ടൈമിൽ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോണർ ജീനോം എന്ത് ചെയ്യുന്നു, ബാക്ടീരിയോഫേജിലേക്കും എത്തിച്ചേരുന്ന ബാക്ടീരിയോഫേജിലെ ജീന് പിന്നീട് മറ്റൊരു സെല്ലിനെ അത് ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് റെസിപ്പിയൻ സെല്ലായിരിക്കും, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്തരത്തിലാണ് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. First one, generalized transduction. If all the fragments of a donor DNA from any region of chromosome have a chance to enter into transducing bacteriophage, then it is known as generalized transduction. അതായത് ഡോണർ DNA ക്രോമസോമിൻ്റെ എനി റീജിയൻ, ഏതെങ്കിലും ഒരു റീജിയന് ബൈ ചാൻസ് ആയിട്ട് നമ്മളുടെ ബാക്ടീരിയോഫേജിൽ എൻ്റർ ചെയ്യുന്നു. അത്തരത്തിൽ നടക്കുന്ന ട്രാൻസ്ഡക്ഷനെയാണ് generalized transduction എന്ന് പറയുന്നത്. In this type of transduction, at first bacteriophage infect the donor cell and then begin lytic cycle. ഈ ഒരു കേസിൽ നമ്മുടെ ബാക്ടീരിയോഫേജ് ഡോണർ സെല്ലിനെ ആദ്യം ഇൻഫെക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് ലൈറ്റിക് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. When virus enter into the bacterial cell, virus hijack host cell and synthesize virus components such as genome, enzyme, capsid, head, tail fibers, etc. Then the viral enzyme hydrolyzes host cell DNA into small fragments. During assembly, the virus components form progeny viruses. Sometimes any of the fragment of the donor DNA get incorporated into the virus capsid, bacteriophage head. Such abnormal bacteriophage, when infect a new cell, it can transfer this donor DNA into new bacteria. Since this donor DNA is not viral DNA,
It does not replicate inside a recipient bacteria but undergo homologous recombination with the recipient cell's chromosomal DNA forming recombinant cell. ഓക്കെ, പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ. അപ്പോൾ ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷനും അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് വേഗം മനസ്സിലാക്കാം. ഒരു ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇതിലേക്ക് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്, അവിടെ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, ബ്രോക്കൺ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ടീരിയൽ ക്രോമസോമും എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. വൈറസിൻ്റെ നമ്മൾ പറഞ്ഞു വൈറസ് ബാക്ടീരിയൽ സെല്ലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിൻ്റെ ആവശ്യമായിട്ടുള്ള സെൽ കോമ്പണൻസ് ആയിട്ടുള്ള ജീനോമും എൻസൈമും ക്യാപ്സിഡും ഹെഡ് ടെയിലും ടെയിൽ ഫൈബേഴ്സും ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബാക്ടീരിയലിൻ്റെ ജീനോമിനെയും അത് ബ്രേക്ക് ചെയ്യുന്നതിന് കാരണമാകും. പിന്നീടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അസംബ്ലിയാണ്. ഡ്യൂറിങ് അസംബ്ലി ഓഫ് ദീസ് വൈറസ് കമ്പോണൻറ്റ് ടു ഫോം പ്രോജനി വൈറസസ് ഫോം ചെയ്യണം. ഈ ഒരു ടൈമിൽ നമ്മളുടെ ബാക്ടീരിയോഫേജിൻ്റെ DNA എൻറ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ടീരിയയുടെ ബ്രേക്ക് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റും ചില കേസിൽ എൻറ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബൈ ചാൻസ്. ഓക്കെ, ഇതിൽ നോക്കൂ, ഈ ഒരു പിക്ചറിൽ ഇതൊരു ബാക്ടീരിയോഫേജ്. ശരിക്കുള്ള ആക്ച്വൽ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ ക്രോമസോം മെറ്റീരിയൽ എന്ന് പറയുന്നത് റെഡ് കളറായിരുന്നു അല്ലേ? അതുപോലെ ബ്ലൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ടീരിയയുടേതായിരുന്നു. പക്ഷേ ഈ ഒരു നമ്മുടെ കമ്പോണൻസ് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ടീരിയയുടെ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റും എന്തിൽ ഫേജിലേക്ക് എൻറ്റർ ചെയ്യാൻ ചാൻസ് ആവുന്നു. അങ്ങനെ ബാക്ടീരിയ ബേസ്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയോഫേജസിനെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു പുറത്തേക്ക്. പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു ബാക്ടീരിയോഫേജ് ഒരു റെസിപ്പിയന്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, എ ഫേജ് ക്യാരിയിങ് ബാക്ടീരിയൽ ജീൻ. പക്ഷേ ഫേജിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ക്യാരി ബാക്ടീരിയൽ DNA ആണ്. ഇൻഫെക്റ്റ് എ ന്യൂ ഹോസ്റ്റ് സെൽ ദ റെസിപ്പിയന്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ റീകോമ്പിനേഷൻ ക്യാൻ ഒക്കർ പ്രൊഡ്യൂസിങ് എ റീകോമ്പിനന്റ് സെൽ വിത്ത് ജീനോടൈപ്പ് ഡിഫറെൻറ്റ് ഫ്രം ബോത്ത് ദി ഡോണർ ആൻഡ് റെസിപ്പിയന്റ് സെൽ. അപ്പോൾ ഈ ഒരു കേസിൽ ബാക്ടീരിയോഫേജിൽ ഉള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ തന്നെയാണ്, മറ്റൊരു ഡോണർ ബാക്ടീരിയത്തിൻ്റെതാണെന്ന് മാത്രം. അതെന്ത് ചെയ്യുന്നു? പുതുതായിട്ടുള്ള റെസിപ്പിയന്റ് സെല്ലിലെ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ആയിട്ട് മാറുന്നു. ഇത്തരത്തിലാണ് ഈ ഒരു ജനറ്റിക് ട്രാൻസ്ഫർ ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷനിൽ നടക്കുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ബാക്ടീരിയോഫേജ് ട്രാൻസ്ഫർ ഓൺലി എ ഫ്യൂ റെസ്ട്രിക്റ്റഡ് ജീൻ DNA fragment from donor bacteria to recipient bacteria. At first, temperate bacteriophage enter into donor bacteria and then its genome get integrated with the host cell's DNA. At certain location, it remains dormant and passes generation to generation into daughter cell during cell division. When such lysogenic cell is exposed to certain stimuli such as some chemicals or UV lights, it causes induction of virus genome from host cell genome and begin lytic cycle. On induction from donor DNA, this phage genome sometimes carry a part of bacterial DNA with it. The bacterial DNA lies on side of integrated phage DNA are only carried during induction. When such bacteriophage carry a part of the donor bacterial DNA infect a new bacteria, it can transfer that donor DNA fragment into new recipient cell. So in this specialized transduction, only those restricted genes are situated on a side of integrated viral genome have a chance to enter into the recipient cell. So ഇത് നമുക്ക് പിക്ചർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു ടെമ്പറേറ്റ് ഫേജ് ഡോണർ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഇതിൽ ഡോണർ സെല്ലിൻ്റെ ക്രോമസോം കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നുണ്ട്. എത്തിച്ചേർന്ന സമയത്ത് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ വൈറൽ DNA നമ്മളുടെ ബാക്ടീരിയൽ ആയിട്ടുള്ള ക്രോമസോമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സാധാരണ പോലെ പ്രോസസ്സുകളൊക്കെ നടക്കുന്നു, വൈറസിൻ്റെ കമ്പോണൻറ്റുകളൊക്കെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോർഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ്, ഇല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ബാക്ടീരിയൽ ജീനോമും
പ്ലസ് വൈറൽ ജീനോമും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ബാക്ടീരിയോഫേജിൽ കാണപ്പെടുന്നത്. ഇത് പുറമേക്ക് ബേസ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നു. അതൊരു റെസിപ്പിയൻ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. കമ്പൈൻഡ് വൈറൽ ആൻഡ് സെല്ലാർ DNA. അപ്പോൾ ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്ന ക്രോമസോമിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു കോമ്പിനേഷൻ ആണ്. വൈറലിന്റെയും അതുപോലെ തന്നെ സെല്ലാർ DNA, നമ്മളുടെ ബാക്ടീരിയൽ ജീനോമും കൂടി അവിടെ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കും. ദെൻ കമ്പൈൻഡ് DNA ഇൻകോർപ്പറേറ്റ് ഇൻ ടു ദി ക്രോമസോം. ഈ ഒരു ക്രോമസോമുമായിട്ട് അത് പിന്നീട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷന്റെ കേസിലാവുമ്പോൾ എന്താണ്? ബൈ ചാൻസ് ഡോണർ സെല്ലിലേക്ക് എത്തിച്ചേരുന്നു, അത് അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോണർ സെല്ലിൻ്റെ മൊത്തം ആക്ടിവിറ്റി കൺട്രോളിൽ ഏറ്റെടുത്തിട്ട് പിന്നീട് അതിൻ്റെ കമ്പോണൻ്റ് ഒക്കെ ഉണ്ടാക്കുന്നു. ഈ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അസംബ്ലി ടൈമിൽ ആക്സിഡൻ്റലി എന്തായിരുന്നു, നമ്മളുടെ ഡോണറായിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നും ഒരു ജനറ്റിക് മെറ്റീരിയൽ നമ്മളുടെ ഫേജ് അല്ലെങ്കിൽ ഫേജുമായിട്ട് ഫേജ് സെല്ല് അല്ലെങ്കിൽ വൈറൽ ക്യാപ്സിഡിന് ഉള്ളിൽ എന്ത് എത്തിച്ചേരാൻ ചാൻസ് ആവുന്നു? ബാക്ടീരിയയുടെ ക്രോമസോം ആയിരിക്കും എത്തിച്ചേരുന്നത്. അത് പിന്നീട് റെസിപ്പിയന്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ ബാക്ടീരിയൽ ജീനോം തന്നെയാണ്. പക്ഷെ സ്പെഷ്യലൈസറിന്റെ കേസിൽ പറയുന്ന സമയത്ത് എന്താണ്? ഇതിനോടൊപ്പം, അതായത് വൈറൽ ജീനോമിനോടൊപ്പം തന്നെ ഒരു പോർഷൻ ഓഫ് ക്രോമസോം എവിടുന്ന് ഉണ്ടായിരിക്കും? ബാക്ടീരിയയുടേതും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റേത് പറയുമ്പോൾ ബാക്ടീരിയൽ ജീനോം അല്ലെങ്കിൽ ക്രോമസോം മെറ്റീരിയൽ മാത്രമാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കേസിലാവുമ്പോൾ വൈറസിന്റെ DNA തന്നെ നമ്മുടെ ഡോണർ സെല്ലിലെ ക്രോമസോമും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കമ്പൈൻഡ് ആയിട്ടുള്ള വൈറലും സെല്ലുലാർ ആയിട്ടുള്ള DNA ആണ് പിന്നീട് റെസിപ്പിയൻ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് എത്തിച്ചേരുന്നത്. ഇത്തരത്തിലാണ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ എസ്കറിഷ്യ കോളൈ ബൈ ലെഡർബർഗ് ആൻഡ് ടാറ്റം ഇൻ 1946. സെൽ കോണ്ടാക്ട് വാസ് റിക്വയർഡ് ഫോർ ദിസ് ചേഞ്ച്. ഇതിന്റെ കേസിൽ എന്താണ്? രണ്ട് ബാക്ടീരിയൽ സെല്ല് തമ്മിൽ ഒരു കോണ്ടാക്ട് വരേണ്ടത് ആവശ്യമാണ്. ആൻഡേഴ്സൺ in 1957 observed conjugation between two such bacteria under electron microscope. Conjugation was later reported in a number of other bacteria. Bacteria showing conjugation are dimorphic, that is, they have two types of cell, male F plus or donor and then female F minus or recipient. അപ്പോൾ ഈ ഒരു കോൺജുഗേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് സെല്ല് സെപ്പറേറ്റ് ആയിട്ട്, ഒരു ഡോണറും വേണം റെസിപ്പിയൻറ്റും വേണം, ഇവർ തമ്മിലൊരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോൺജുഗേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഡോണർ സെല്ല് നമുക്ക് F പ്ലസ് അല്ലെങ്കിൽ മെയിൽ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം, F മൈനസ് അല്ലെങ്കിൽ ഫീമെയിൽ എന്നെ റെസിപ്പിയൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. The male or donor cell possesses 1 to 4 sex pili on the surface and fertility factor, transfer factor or F factor ഒക്കെ അത് പറയാം നമ്മൾ, സെക്സ് ഫാക്ടർ ഇൻ ഇറ്റ്സ് പ്ലാസ്മിഡ്. അപ്പോൾ മെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബാക്ടീരിയയുടെ സെല്ലിൽ എന്തുണ്ടായിരിക്കും? ഒരു സെക്സ് പൈലേ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഫാക്ടർ പറഞ്ഞിട്ടുള്ള ഫാക്ടർ എഫ് ഫാക്ടർ കാണപ്പെടുന്നുണ്ട്. Fertility factor contain gene for producing sex pili and other character needed for gene transfer. Sex pili are 1 to 4 narrow protoplasmic outgrowth. ഒരു പ്രോട്ടോപ്ലാസ്മിക് ആയിട്ടുള്ള ഔട്ട്ഗ്രോത്ത് ആണ് സെക്സ് പൈലെ എന്ന് പറയുന്നത്. ബോത്ത് സെക്സ് പൈലെ ആൻഡ് ഫെർട്ടിലിറ്റി ഫാക്ടർ ആർ ആബ്സെന്റ് ഇൻ ഫീമെയിൽ ഓർ റെസിപ്പിയൻ സെൽ. അപ്പോൾ ഈ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് പൈലെ എന്നുള്ളത് ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ മെയിലായിരിക്കും സെക്സ് പൈലെ കാണപ്പെടുന്നത്. ഇഫ് ദീസ് ടു ടൈപ്പ് ഓഫ് സെൽ ഹാപ്പൻ ടു കം നിയറർ, ഓക്കെ, രണ്ട് സെല്ല് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ടൈമിൽ, അതായത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ദ പൈൽ ഓഫ് male cell establishes a protoplasmic bridge or conjugation tube with the female cell. It takes 6 to 8 minutes. നമുക്ക് പിക്ചർ നോക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ടു ടൈപ്പ് ഓഫ് പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിൽ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്, അതായത് F പ്ലസ് F മൈനസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ നടക്കാം. ഈ ടൈമിൽ എന്ത് ചെയ്യുന്നു? F മൈനസ് എന്നുള്ളത് F പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ F പ്ലസും F മൈനസും എന്താണെന്നുള്ളത് നമുക്കറിയാലോ. F പ്ലസ് എന്നത് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ളത് നമ്മളുടെ മെയിൽ ആയിട്ടുള്ള സെല്ലായിരിക്കും. F മൈനസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ
അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എഫ് ഫാക്ടർ ഇല്ലാത്ത ഫീമെയിൽ ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആയിട്ടുള്ള സെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എഫ് മൈനസ് എന്തായിട്ട് മാറുന്നു, എഫ് പ്ലസ് ആയിട്ട് മാറുന്നു എന്ന് പറയുന്നു. ദ പ്ലാസ്മിഡ് ഹാവിംഗ് ഫെർട്ടിലിറ്റി ഫാക്ടർ റെപ്ലിക്കേറ്റ്. The copy of it get transferred to the recipient cell through conjugation tube. അപ്പോൾ ആദ്യം നമ്മളുടെ ഫെർട്ടിലിറ്റി ഫാക്ടർ എന്ത് ചെയ്യുന്നു, പ്ലാസ്മിഡിലെ ഫെർട്ടിലിറ്റി ഫാക്ടർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണ് കോൺജുഗേഷൻ ട്യൂബ് വഴി റെസിപ്പിയൻ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് എത്തുന്നത്. ദ റെസിപ്പിയൻ്റ് സെൽ ഓൾസോ ബിക്കം ഡോണർ. ചില കേസിൽ ഈ റെസിപ്പിയൻ്റ് സെല്ലിന് ഡോണറായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ആൻഡ് ദ ഫിനോമിന ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് സെക്സ് ഇസ് കാൾഡ് സെക്സ്ഡക്ഷൻ. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കുക. ഇതൊരു എഫ് പ്ലസ് ആയിട്ടുള്ള സെല്ലാണ്. കാരണം ഇതിൻ്റെ പ്ലാസ്മിഡിൽ എന്ത് കാണുന്നത്, എഫ് ഫാക്ടർ ഉണ്ട്. ഈ ഒരു എഫ് ഫാക്ടർ എഫ് മൈനസ് ആയിട്ടുള്ള സെല്ലിലേക്ക്, അതായത് ഫെർട്ടിലിറ്റി ഫാക്ടർ ഇല്ലാത്ത സെല്ലിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എഫ് ഫാക്ടർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കോപ്പി എഫ് മൈനസിലേക്ക് എത്തിച്ചേരുന്നു. ഉണ്ടോ, ഈ ഒരു കോൺജുഗേഷൻ ട്യൂബ് വഴിയാണ് എത്തിച്ചേരുന്നത്. അതൊരു ഇത്തിരി ക്ലാരിറ്റി കുറവായിട്ടുണ്ട്, സോറി. ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എഫ് മൈനസ് എന്നുള്ളത് സെല്ലിലേക്ക് പിന്നെ ഈ ഒരു ഫെർട്ടിലിറ്റി ഫാക്ടർ എത്തിയല്ലോ. അപ്പോൾ ഈ എഫ് മൈനസ് എന്നുള്ള സെല്ല് എന്തായിട്ട് മാറുന്നുണ്ട്, എഫ് പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, എഫ് പ്ലസ് നിന്നും എഫ് മൈനസിലേക്ക് ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഫാക്ടർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, എഫ് മൈനസ് എഫ് പ്ലസ് ആയിട്ട് മാറുന്നു. ഇനിയുള്ളതാണ് ഫെർട്ടൈൽ മെയിൽ മെത്തേഡ്, എച്ച് എഫ് ആർ എഫ് മൈനസ്. അപ്പോൾ എഫ് മൈനസ് റിമെയിൻ എഫ് മൈനസ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കുക. എച്ച് എഫ് ആർ സെല്ലും എഫ് മൈനസും തമ്മിലുള്ള ട്രാൻസ്ഫർ ആണ്. എച്ച് എഫ് ആറിൽ എച്ച് എഫ് ആർ ഫാക്ടർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് കോൺജുഗേഷൻ ട്യൂബ് വഴി എഫ് മൈനസിലേക്ക് എത്തിച്ചേരുന്നു. അത് പിന്നീട് എഫ് മൈനസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എച്ച് എഫ് ആർ എന്തായിട്ട് മാറുന്നില്ല, എച്ച് എഫ് ആറിന് മാറ്റം വരുന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഓക്കെ, എഫ് മൈനസ് ആയിട്ട് പുതിയ ബാക്ടീരിയൽ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The F plus plasmid or fertility factor of the donor cell get integrated to bacterial chromosome or DNA. The attachable plasmid is known as episome. The point at which plasmid get integrated to bacterial chromosome differ in different strain. The donor cell having fertility factor integrated to its chromosome is called HFR, high frequency recombination. Okay, അതാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് HFR? Donor cell having, okay, നോക്കൂട്ടോ, a donor cell having fertility factor, a factor ഉണ്ട്, integrated to its chromosome, അതിന്റെ ക്രോമസോമിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ HFR അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ HFR റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. മെറ്റാമെയിൽ ഓർ സൂപ്പർ മെയിൽ ബിക്കോസ് ഇറ്റ് ഹാസ് എ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഓഫ് 1000 times more as compared to F plus. ഈ ഒരു HFRന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിലുള്ള എഫ് ഫാക്ടർ, HFRന്റെ പ്രത്യേകത ഇതിലുള്ള എഫ് ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഹൈ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ HFR എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. നോൺ ഇൻ്റഗ്രേറ്റഡ് എഫ് പ്ലസ് പ്ലാസ്മിഡ് ഡിസിൻറ്റഗ്രേറ്റ് ഇൻ ഹെർ സെൽ. The integrated F plus factor break the bacterial chromosome at one end of its attachment. The bacterial chromosome now undergo replication. A copy of the free end of bacterial chromosome, end distal F factor, also called zero end, just passes into the recipient cell through the conjugation tube. Conjugation tube like fertility factor is last to do so, and generally whole bacterial chromosome does not pass into recipient cell. F factor is very rarely transferred as conjugation is maintained for a brief period. Conjugation produces an incompletely diploid zygote known as merozygote or partial zygote. The new gene may replace the gene present in the recipient cell. Those of the recipient cell disintegrate or get added to them. Okay, അപ്പോൾ അതിനൊന്ന് സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറയാം. Chromosomal DNA of a donor has no role at all. എന്തിൻ്റെ കേസിൽ, കോൺജുഗേഷൻ്റെ കേസിൽ, സാധാരണ കേസിലാണെങ്കിൽ നമ്മുടെ ക്രോമസോമൽ DNA ഒരു റോളും ഇല്ല. ഇറ്റ് നെയ്തർ ഗെറ്റ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എഫ് ഫാക്ടർ ഓർ നോർ ഇറ്റ് ഡസ്
ട്രാൻസ്ഫോം ടു റെസിപ്പിയൻറ്റ്. അതായത് നമ്മളുടെ എഫാക്ടറുമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇത് നോർമൽ ആയിട്ടുള്ള കേസാണ്. അല്ലെങ്കിൽ അതൊരു റെസിപ്പിയൻ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യപ്പെടുന്നില്ല. ചില കേസിലൊക്കെ ആണ് ഈ ഒരു HFR ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ നടക്കുന്നത്. A factor of the donor behave as an episome. It got integrated with the chromosomal DNA and form a recombinant DNA. അതിനെയാണ് നമ്മൾ HFR എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് അതിൻ്റെ തന്നെ ആയിട്ടുള്ള ക്രോമസോമായിട്ട് അത് എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. The bacterial strains with such recombinant DNA will undergo conjugation and the recombination at high rate. അതായത് ഇത്തരത്തിലുള്ള HFR മീഡിയേറ്റഡ് ആയിട്ടുള്ള കോൺജുഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. കോൺജുഗേഷൻ്റെ സമയത്ത് HFR ഡോണറും ആയിരിക്കും, F- റെസിപ്പിയൻറ്റും ആയിരിക്കും. HFR DNA ഓഫ് ദി ഡോണർ അണ്ടർഗോ റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ. ഇതിൽ നടക്കുന്ന റെപ്ലിക്കേഷൻ റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ ആണ്. ഈ ഒരു പ്രോസസ്സിൽ സർക്കുലാർ HFR DNA ബ്രേക്ക് ഓപ്പൺ ആൻഡ് ബിക്കം ലീനിയർ ആയിട്ട് മാറുന്നു. അതിനുശേഷം usually the break occurs within the integrated F factor. A portion of the F factor occupies the leading end of the DNA strand and other part occupies the lagging end. അതൊന്നുമില്ല, before entire DNA get into the recipient, the connection between conjugation break away. സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം കോൺജുഗേഷൻ ആയിട്ടുള്ള ട്യൂബ് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ആസ് എ റിസൾട്ട് DNA സ്ട്രാൻഡ് റപ്ചർ ആൻഡ് ഫർദർ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഗെറ്റ് ഇൻറ്ററപ്റ്റഡ്. ഫർദർ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. മെയിനായിട്ട് ഇത് അറിഞ്ഞിരിക്കുക, ഇതിലൊരു ഫെർട്ടിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫാക്ടർ കാണപ്പെടുന്നില്ല. പക്ഷെ ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള ക്രോമസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഫാക്ടർ കാണപ്പെടുന്നത്. അതൊരു റോളിംഗ് സൈക്കിൾ ആയിട്ടുള്ള റെപ്ലിക്കേഷൻ വഴി ഒരു കോപ്പി എന്ത് ചെയ്യുന്നു, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് എത്തുന്നു. റെസിപ്പിയൻ്റ് സെല്ലിൽ വെച്ചിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ഫാക്ടർ വരുന്നതുകൊണ്ട് ഈ ഒരു F- ആയിട്ട് മാറുന്നില്ല. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നു, കോൺജുഗേഷൻ ട്യൂബ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. DNA സെഗ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് തന്നെ വേരിയേഷനും ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബാക്ടീരിയൽ ക്രോമസോം അല്ലെങ്കിൽ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഒന്നുകൂടി പറയാം: ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. അത് ഏതൊക്കെയാണ്, ടൈപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലായും. ട്രാൻസ്ഫോർമേഷൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നീട് വരുന്നതാണ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ്റെ കേസിൽ ജനറലൈസ്ഡും ഉണ്ട്, സ്പെഷ്യലൈസ്ഡും ആയിട്ടുള്ള കേസ് വരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ്റെ കേസ് വരുമ്പോൾ ഈ രണ്ട് സെല്ല്, അതായത് ഡോണർ സെല്ലും റെസിപ്പിയൻ്റ് സെല്ലും തമ്മിലൊരു ഫിസിക്കലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വേണം. അതിനെയാണ് നമ്മൾ കോൺജുഗേഷൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ കോൺജുഗേഷൻ ട്യൂബ് വഴിയാണ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. എന്താണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ചൂടോടുക്കണം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിച്ച് തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പരമാവധി വായിച്ചിട്ട് അറിവുകൾ, ആവശ്യമുള്ള പോയിന്റുകളൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, പ്രീവിയസ് ആയിട്ടുള്ള ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.